ചിറയൻകീഴ് താൽക്കാലികമായിട്ടുള്ള ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. പഞ്ചായത്ത് വിചാരിച്ചാൽ മാത്രമേ സ്റ്റാൻഡ് മാറ്റാൻ പറ്റുള്ളൂ. റെയിൽവേക്കാർ പറഞ്ഞാൽ അവർ റെഡിയായിട്ട് ബസ് സ്റ്റാൻഡ് റെഡിയാക്കിയിട്ടേക്കാണ്. ബസ് അങ്ങ് പോകുന്നില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇപ്പോൾ ഇത് കാരണം ഈ ഏരിയയിലുള്ള ബിസിനസ് അത്രയും മുടങ്ങി കിടക്കുകയാണ്. കാര്യം ഒരു ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് വന്നാൽ പോകാൻ പറ്റുന്നില്ല. ഈ രാവിലെ വൈകുന്നേരം വലിയ ജംഗ്ഷൻ വരെ വണ്ടി ബ്ലോക്കാണ്. പിന്നെ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളാണ്. വണ്ടി അങ്ങോട്ട് ഇവിടെ കടയ്ക്കാപ്പുന്ന വണ്ടികളും ഈ ആദ്യം കൂടെ വണ്ടികളും തമ്മിൽ ക്രാഷാണ് എപ്പോഴായാലും ഇവിടെ. ഇപ്പോൾ മോളിൽ ഒരു സ്കാനിങ് സെൻ്റർ ഉണ്ട്. ഒരു രോഗി കൊണ്ടുവന്നാൽ റോഡിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. കാര്യം വണ്ടിയുടെ ഒരു പ്രൈവറ്റ് ബസ്സാർ അവിടെ വീടാൻ സമ്മതിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇനി ആക്സിഡൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇവിടെ മുമ്പൊരിക്കൽ ഒരാളിനെ ഇടിച്ചു വന്നു. ഇവിടെ ഒരു ബസ് കയറി ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട് ഈ ജംഗ്ഷൻ ഇവിടെ വെച്ച്. ഇപ്പം ഞങ്ങൾ കുറേ പേരുടെ ചിരകാല അഭിലാഷമാണ് ഈ പാലം ഒന്ന് ഉദ്ഘാടനം ചെയ്ത് കിട്ടുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ സമരമുറയിലൂടെയാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം പോലും നമുക്കിവിടെ നിർവഹിക്കപ്പെട്ടത്. ഒരു രാഷ്ട്രീയക്കാരടുത്തും പ്രത്യേകിച്ച് യാതൊരു കക്ഷി രാഷ്ട്രീയ ഭേദമെന്ന് പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ്. ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ രാഷ്ട്രീയവും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് ഇന്ന് നടക്കണം. അതുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡ് അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് മാറ്റി ഇവിടുത്തെ ഗതാഗത കുരുക്കൾ മാറ്റണം. ചേട്ടാ, ഈ ബസ് സ്റ്റാൻഡിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? കച്ചവടം കുറവാണ്. പാർക്കിംഗ് ഇല്ല കസ്റ്റമേഴ്സിന്. ബിസിനസ് ഡള്ളായിക്കൊണ്ടിരിക്കുകയാണല്ലേ? നല്ല ഡല്ല. പിന്നെ ഈ ക്രിസ്മസിൻ്റെ സീസണും കൂടെ വരുന്നിടത്ത് കുറച്ചും കൂടി മോശമാവും. ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ താൽക്കാലിക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ സ്ഥാപനം ഇട്ടിരിക്കുന്ന ഹോസ്പിറ്റലിരിക്കുന്ന സജ്ജിമാത്തി ഡോക്ടർ സജ്ജിമാത്തി സാർ കൂടെയുണ്ട്. സാർ, ഈ താൽക്കാലിക ബസ് സ്റ്റാൻഡ് 3-4 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ ഇതുകൊണ്ട്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു പകുതിയോളം കുറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കാറുള്ള പേഷ്യൻസ്, അവർക്ക് ഒരു ബൈക്ക് പോലും മര്യാദയ്ക്ക് പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ. എൻ്റെ പകുതി പേഷ്യൻസും വിളിച്ച് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്, സാറേ ഇത് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹോസ്പിറ്റലിനകത്ത് പാർക്ക് ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ സ്വാമിജി തിയേറ്ററിനകത്ത് പാർക്ക് ചെയ്യാം. അതിനകത്ത് സ്ഥലമില്ല. അങ്ങനെ ഒരുപാട് പേഷ്യൻസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.